ഒരു അലവലാതിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞത് കേൾക്കുമ്പോഴാണ് ഒരു കൗതുകം. കാരണം രാജീവ് ഗാന്ധിയാണ് ഇദ്ദേഹത്തെ അതായത് രാജീവ് ഗാന്ധിയുടെ വളരെ അടുത്ത സുഹൃത്താണ്. രാജീവ് ഗാന്ധി തന്നെയാണ് ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുകൊണ്ടത്. കാരണം 26 വർഷത്തെ IFS പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള രാഷ്ട്രസേവനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം IFS ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്ത് തന്നെ രാജീവ് ഗാന്ധിയെ പല കാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. അദ്ദേഹം എവിടെയാണ് മനുഷ്യനുമായി ബന്ധമില്ലാത്തതെന്നൊക്കെ പറയുന്നതിനകത്ത് അതായത് അത് രാഷ്ട്രീയമായി അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അദ്ദേഹം പഞ്ചായത്ത് രാജ് മന്ത്രിയായിരുന്നയാളാണ്. ആ കാലത്താണ് വളരെ നിർണായകമായ പല തീരുമാനങ്ങളും ആദ്യത്തെ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായ നിർണായകമായ തീരുമാനങ്ങളിൽ പലതിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം മൊത്തം ഒരു എല്ലാ കാലത്തും അമേരിക്കൻ പക്ഷപാതികളായ ഒരു വിഭാഗം ഭരണകൂടത്തിലുണ്ടാകും എന്നുള്ളതാണല്ലോ എല്ലാ രാജ്യങ്ങളുടെയും പ്രത്യേകത. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഏഷ്യൻ ഗ്യാസ് ഗ്രിഡിൻ്റെ ഭാഗമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതായത് ഈ ഇറാനും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമൊക്കെയായി പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പവർ ഗ്രിഡിനുള്ള സാധ്യതയൊക്കെ ഗ്യാസ് ഗ്രിഡിനുള്ള സാധ്യത ആരായെന്ന ഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാട് എടുക്കുകയായിരുന്നു കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം. മാത്രമല്ല ഇദ്ദേഹം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഒരു അമേരിക്കൻ വിരോധത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അമേരിക്കയുടെ ഒരു വിരോധം നേടിയെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതുകൊണ്ട് തന്ത്രപരമായി അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് പകരം അവിടെ അമേരിക്കൻ പക്ഷപാതിയായ മുരളി ദേവറെ കൊണ്ടുവന്നിരുത്തി എന്നുള്ളത് അന്നത്തെ വലിയ ചർച്ചയാണ്, വലിയ പ്രശ്നമാണിത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു കാലത്ത് ഈ കോൺഗ്രസിൽ ഒത്തിരി ഇളക്കം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. മാത്രമല്ല പാകിസ്ഥാനുമായിട്ടുള്ള സമീപനം എന്ത് വേണം എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹം ദീർഘകാലം പാകിസ്ഥാനിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ സ്ഥാനപതിയായിട്ട്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി പാകിസ്ഥാനോട് കുറേ കൂടി സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ ഒരു ഊർജ്ജ സ്ഥിരത അത് നിലനിർത്തുന്നതിന് വേണ്ട നിർണായകമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു സംശയമുണ്ട്. ഒന്നാം UPA സർക്കാരും രണ്ടാം UPA സർക്കാരും ഒക്കെ ആ നിലയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സർക്കാരുകളാണ്. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അതിനനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയിൽ ഒത്തിരി നിർണായകമായ ഇടപെടൽ നടത്തിയ നേതാവ് തന്നെയാണ് അദ്ദേഹം, അങ്ങനെ പറയേണ്ടതില്ല. പക്ഷേ സനീഷ് പറഞ്ഞതുപോലെ അദ്ദേഹം ഇവിടെ വന്നിട്ട് KC വേണുഗോപാലിനെ ഗുണ്ട എന്നൊക്കെ വിളിച്ചിട്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആ പരാമർശങ്ങൾ, അദ്ദേഹം കടുത്ത പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹത്തിന് തന്നെ എപ്പോഴും വിനയായിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം വേറൊന്നുമല്ല. കഴിഞ്ഞ 20 വർഷമായി കോൺഗ്രസ് അദ്ദേഹത്തെ അവഗണിക്കുകയാണ്. കാരണം അദ്ദേഹം CWC ഇൻവൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. പല നേതാക്കന്മാരും മുമ്പും CWCയിൽ ഇൻവൈറ്റിമാരായി വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇൻവൈറ്റിയായി കുറച്ച് കാലം അദ്ദേഹത്തെ സസ്പെൻഷൻ പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സമീപനം എടുത്തെങ്കിലും അതിനു മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഷന് ശേഷം അദ്ദേഹത്തെ CWCയിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടില്ല, അതിൽ ഇൻവൈറ്റി ആയിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ എടുത്തു നോക്കിയാൽ ഈ UPA സർക്കാരിൻ്റെ കാലത്ത് 2006 തന്നെ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഈ ഏഷ്യൻ ഗ്യാസ് ഗ്രിഡുമായിട്ടുള്ള നിലപാട് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അന്നു മുതൽ ഈ നെഹ്റു ഗാന്ധി കുടുംബം അദ്ദേഹത്തോട് അതായത് രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നെങ്കിലും പിന്നീട് നെഹ്റു ഗാന്ധി കുടുംബം അദ്ദേഹത്തോട് മമതയോടെയല്ല പെരുമാറിയിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. പിന്നെ അദ്ദേഹത്തെ ഒരു സ്വതന്ത്ര ചിന്തകനായി തന്നെയാണ് നേരത്തെ കോൺഗ്രസ് പല ഘട്ടങ്ങളിലും വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇദ്ദേഹത്തിൻ്റെ നാക്ക് നമുക്ക് കുഴപ്പമുണ്ടാക്കുമോ എന്നുള്ള ആശങ്ക ഇവർക്കുണ്ട്. പക്ഷേ അത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ചർച്ച ചെയ്ത പോലെ ഈ ശബരിമല പോലെ ഒരു വിഷയമാണ് 2014 സംഭവിച്ചത്. അതായത് ചായക്കച്ചവടക്കാരൻ എന്ന് വെറുതെ അങ്ങ് ചായക്കച്ചവടക്കാരൻ എന്ന് വിളിക്കുകയല്ല സത്യത്തിൽ ചെയ്തത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ഈ കമ്മിറ്റിയിൽ യോഗത്തിൽ വേണമെങ്കിൽ ചായ കച്ചവടം നടത്താം എന്നാണ് പറഞ്ഞത്. അതിനെ മോദിയെ ചായക്കച്ചവടക്കാരൻ എന്ന് വിളിച്ചു എന്ന് ആ നിലയ്ക്കുള്ള ഒരു അങ്ങനെ അത് വാർത്തയാവുക അന്നത്തെ രീതി അറിയാമല്ലോ മാധ്യമങ്ങളുടെ. ആ രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് വരികയും അങ്ങനെ വാർത്ത പ്രചരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ കോൺഗ്രസിന് വലിയ പരാജയം ഏറ്റു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി മണിശങ്കർ അയ്യറാണ് എന്നുള്ള മട്ടിലായി പിന്നെയുള്ള വിലയിരുത്തലുകൾ. ഇത് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളത്, പണിയെടുക്കാത്തതുകൊണ്ടാണെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അതിന് പകരം ഇങ്ങനെയാണ് പിന്നീട് ഉണ്ടായ വിലയിരുത്തൽ. അപ്പോൾ അതിൻ്റെ പാപഭാരം മുതൽ അദ്ദേഹത്തെ ആ നിലയ്ക്ക് തന്നെയാണ് ഒരു ഒതുക്കിയിരുത്തുന്ന സമീപനമുണ്ട്. അതൊക്കെ കൊണ്ട് പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു നിലപാടല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ വ്യവസായ പുരോഗതിയെക്കുറിച്ചൊക്കെ ഈ ശശി തരൂർ പറയുമ്പോഴും ഇതേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശശി തരൂരിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് മോദിയുടെ മന്ത്രിസഭയിൽ അംഗമാകാൻ നടക്കുന്ന ആളെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 4 ഭാഗത്തേക്ക് പക്ഷേ അതെ 4 ഭാഗത്തേക്കാണ് വെടി. ഇവിടെ വന്ന് മണിശങ്കർ അയ്യർ വന്ന് ഇറങ്ങിയത് ഈ 4 ഭാഗത്തേക്കും വെടി ഹെഡ്ലൈൻ കൊടുക്കാനുള്ളൂ, 5 ഹെഡ്ലൈൻ കൊടുക്കാനുള്ളത്. മാത്രം നരസിംഹറാവുവിനെതിരെ, അതായത് നരസിംഹറാവുവിൻ്റെ ഭരണമാണ്
ഇവിടെ BJP വളരാൻ കാരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ബാബറി മസ്ജിദ് തകർക്കാനുള്ള കാരണക്കാരൻ നരസിംഹറാവു ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സമീപനം, അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ ആ വിമർശനമൊക്കെ കോൺഗ്രസിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു.